ഇപ്പോഴും ഒരുപാട് പേർക്ക് ലേഡീസിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെ ഉണ്ടാവും, ജെൻസിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെ ഉണ്ടെന്ന് പരിചയമില്ലാത്ത ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഷോപ്പിൽ വരുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെടുത്തി നോക്കുമ്പോൾ ലേഡീസ് എങ്ങനെ സെപ്പറേറ്റ്സ് ഉണ്ടല്ലേ എന്നൊക്കെ ഒരുപാട് പേര് എൻക്വയറി മീൻസ് അവർക്കൊരു അത്ഭുതത്തോട് കൂടി തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് രണ്ടും എടുത്തിട്ടുണ്ട്. സോറി, ഒന്ന് പോയി, കുഴപ്പമില്ല. ഒന്ന് അൽ റിഹാബിന്റെ ലോഡാണ്. ഇത് കൂട്ടത്തിൽ ഫ്രീ ആണ് കേട്ടോ. ഈ BAD ഫെം പർച്ചേസ് ചെയ്യുമ്പോൾ അൽ റിഹാബിന്റെ ലോഡ് 3 ml ഒക്കെ ഇതിന്റെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു 8 പ്രാവശ്യം പെർഫ്യൂം അടിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഇതിലുണ്ടാവും. ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം. 3 ml ബോട്ടിൽ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ലോഡ് ഇത്തിരി ഇന്റൻസ് കൂടിയ ഫ്രാഗ്രൻസ് ആണ്. ഇത് നമ്മൾ ടെസ്റ്റർ ആയിട്ട് കൊടുക്കുന്നുണ്ട് ജെൻസിന്റെ. ഇക്കുറി ഞാൻ പരിചയപ്പെടുത്തുന്നത് കരോലിനന്റെ അവരുടെ ഗുഡ് ഗേൾ എന്ന് പറയുന്ന പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ക്ലോൺ പെർഫ്യൂം ആയിക്കാണ്ട് BAD മൈസൺ അലംബ്ര കൊണ്ടുവന്ന, മൈസൺ അലംബ്ര മാർക്കറ്റ് ചെയ്യപ്പെട്ട ഫെം എന്ന് പറയുന്ന ഒരു ഫ്രാഗ്രൻസ്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോക്ക് വേണ്ടി എടുത്ത് വെച്ചതിന്റെ ബാക്കി അപ്പം തന്നെ കണ്ടിന്യൂ ചെയ്തതാണ്. ഇങ്ങനെ ജ്യൂസ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അറിയാൻ പറ്റും, ഇതിന്റെ സ്മെല്ല് ഒരു ലൈറ്റ് സ്മെല്ലാണ്. ലേഡീസ് ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് നമുക്ക് വലിയൊരു കടുപ്പുള്ള സ്മെല്ല് ഇതിൽ എവിടെയും പരിചയപ്പെടുത്താൻ കിട്ടൂല എന്നുള്ളതാണ്. മൈൽഡ് സ്മെല്ലാണ്. മൈൽഡ് സ്മെല്ല് നമുക്ക് അറിയാൻ പറ്റും, ഒരു ഫ്ലോറൽ നോട്ട്സും തിരിയാ ടബ്രോസിന്റെ സ്മെല്ലും ആണ്. സ്വീറ്റ് നോട്ടും വാനിലിന്റെ സ്വീറ്റ് ആണ്. അതിൽ ബേസ് നോട്ടിൽ വരുന്ന ഒരു ബേസ് നോട്ടിൽ വരുന്ന ഒരു വാനില ഉണ്ട്. ആ വാനിലിന്റെ വൈറ്റ് വാനിലിന്റെ സ്മെല്ല് ഇതിലുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലേഡീസിന്റെ ഫ്രാഗ്രൻസ് ആണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഡേവിഡ് ഓഫിന്റെ സിറോസ്, അല്ലെങ്കിൽ സാപ്പിലെ ചിച്ചി, അഹമ്മദില്, പിന്നെ അവരുടെ ഊദ് ലവൻഡർ, ഇതൊക്കെ മീൻസ് ലേഡീസിന്റെ ഫ്രാഗ്രൻസ് ആകുമ്പോൾ ആർക്കൊരു വെറുപ്പില്ലാത്ത വിഷമമില്ലാത്ത ഫ്രാഗ്രൻസുകൾ നമുക്ക് കൂടുതൽ പരിചയപ്പെടാൻ പറ്റും. മറ്റേ ഇത്തിരി കട്ടിയുള്ള സ്മെല്ലുകളേക്കാരം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പരിചയപ്പെടാൻ പറ്റും. മീൻസ് ഇതിന്റെ സ്മെല്ല് എങ്ങനെയുണ്ട്. ഇനി ഇതിന്റെ നോട്ട്സൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടുന്നത് ഫസ്റ്റ് തന്നെ ഒരു ജാസ്മിൻ ഒരു സ്മെല്ല് ഉണ്ടല്ലോ, അതുണ്ട്. അതിന്റെ മിഡിൽ നോട്ടിൽ ഓപ്പണിംഗ് നോട്ട്സിൽ നല്ലൊരു ജാസ്മിൻ ഉണ്ട്. ടോൺകബിന്റെ സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ ആംബറിന്റെ ആ ഒരു നോട്ട് ഓപ്പണിങ്ങിലുണ്ട്. മിഡിൽ നോട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ മിഡിൽ നോട്ടൊക്കെ മാറും. മിഡിൽ നോട്ടിൽ മസ്കിന്റെയും മാറ്റിന്റെ സ്മെല്ലാണ്, ഒരു ഡ്രൈ മാറ്റിന്റെ ആ സ്മെല്ലാണ് പിന്നെ മിഡിൽ നോട്ടിൽ വരുന്നത്. അതിന്റെ ബേസ് നോട്ടിലാണ് വെൽവെറ്റ് അല്ലെങ്കിൽ വെറ്റുവറിന്റെ സ്മെല്ല് നല്ലപോലെ ഉണ്ട്. വാനിലന്റെ സ്മെല്ലും നല്ലപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിന്റെ വാനിലിന്റെ സ്മെല്ലും ഇത്തിരി ആ ജാസ്മിന്റെ സ്മെല്ലും പിന്നെ ആ ഒരു ടബ്രോസിന്റെ സ്മെല്ലും കൂടി വരുമ്പോൾ നല്ലൊരു ഹൈപ്പുള്ള പെർഫ്യൂം ആയിക്കൊണ്ട് നമുക്ക് ഈ BAD ഫെമ്മിനെ പരിചയപ്പെടുത്താൻ പറ്റും. ഗുഡ് ഗേളിന്റെ ഒരു ഫ്രാഗ്രൻസ് ആയിക്കാണ് ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് മനസ്സിലാവുന്നത്, അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ എന്നുള്ളതാണ്. അപ്പം ഇതിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് രണ്ടിനും കൂടി പ്ലസ് കേരളത്തിന്റെ ഉള്ളിൽ ഷിപ്പിംഗ് അടക്കം ചാർജ് ചെയ്യുന്നത് 430 രൂപയാണ്. 8 ml BAD ഫെമ്മും കൂട്ടത്തിൽ 3 ml അൽ റിഹാബിന്റെ ലോഡ് ആ ഇന്റൻസ് സ്പൈസസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളത് കൊടുക്കുന്നത്. അൽ റിഹാബിന്റെ ലോഡ് എന്നുള്ളത് ജെൻസിനുള്ളതാണ്, മറ്റേത് ലേഡീസിനുള്ളതാണ്. അപ്പോൾ അത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കാം.